അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേട്ടാ, ഇത്ര ദിവസം കുറച്ച് സുഖക്കുറവല്ലേനു കേട്ടാ. അപ്പോൾ ഇപ്പം അൽഹംദുലില്ലാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മളൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. 3 ദിവസത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കൂളില്ലാത്ത ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കടന്നിട്ട് ഒരു 9:30 കേട്ടോ പുറത്ത് വരാൻ വേണ്ടിയിട്ട്. 9 മണി 8:45 എണീക്കും. പക്ഷേങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 9:30 എന്നിട്ടിതാ ഞാൻ പുറത്തെ ഡോറെല്ലാം ഒന്ന് തുറന്ന് വെച്ച് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല, എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ദിവസവും ഏകദേശം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ, സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഈ ഒരു റുട്ടീന് കുറച്ച് നേരത്തെ, അങ്ങനെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് ഒരു 9:30 ആ ഒരു ടൈം. അപ്പോൾ ഫ്രഷ് ആവുന്നതിന് മുന്നേ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കും. രാവിലെ തന്നെ ഞാൻ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഇങ്ങനത്തെ അതൊന്നും കൊടുക്കലില്ല, ഒരു മുട്ടയാണ് കേട്ടോ കൊടുക്കൽ. അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്, കുറേ കാലമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇന്നലെ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റായിന് കേട്ടോ. ഇഷമോളം മൂടനുസരിച്ചിട്ടാണ് നമ്മൾ ഉറക്കെല്ലാം ഉണ്ടാവല്. ഇപ്പം ഓളെ ഉറക്ക് റെഡി ആയിട്ടില്ല കേട്ടോ. ഇന്നലെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 2:30 മണിയെല്ലാം ആയിട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്, ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓള് കുറച്ച് ലേറ്റായിന് കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ മെയിലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കലാണ്. പിന്നെ എനിക്കിപ്പോൾ മെയിലാഞ്ചി, ഈ നഖത്തിൻ്റെ മെയിലാഞ്ചിനോട് ഭയങ്കര ഒരു ഇതാണ്, എന്താണെന്നറിയില്ല. നമ്മൾ മാളിൽ പോയ സമയത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെവിടുന്ന വാങ്ങിയെന്നുള്ളൊരു കമൻറ്റ് വരും. നമ്മൾ മട്ടന്നൂർ മാളിൽ നിന്ന് 2ാമത്തെ ഫ്ലോറിലൊരു മറ്റേ ഫാൻസി കട ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെ ചെയ്യൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. രാവിലത്തെ പിന്നെ റുട്ടീൻ എല്ലാവർക്കും അറിയാമല്ലോ. ഏകദേശം എൻ്റെ എല്ലാ ദിവസവും ഈ ഒരു ടൈമിങ്, ഈ ഒരു റുട്ടീന് എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫേസ് വാഷും സ്ക്രബും മാറ്റിയിട്ടുണ്ട്. മറ്റേത് ഇപ്പം എനിക്ക് സെറ്റാകുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതാ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. എനിക്ക് ഉറപ്പാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ യൂസ് ആക്കൽ. ഇതിൻ്റെ ഗ്രീൻ ടീയും പിന്നെ ഈ ഒരു ഇതും ആപ്രിക്കോട്ടിൻ്റെ അപ്പോൾ അതിലേക്ക് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഞാൻ ചായക്ക് വേണ്ടിയിട്ട് പാലെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളെ മുറ്റത്ത് മൊത്തത്തിൽ കാടിളകി വന്നിട്ടുണ്ട്. അമ്മാതിരി പുല്ല് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുള്ളതുകൊണ്ട് ചായ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അയാൾക്ക് ചായ, എനിക്ക് കട്ടൻ ചായ, അതെല്ലാം ഒരു പണിയല്ലേ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ മോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഉറങ്ങാൻ വിടാത്ത സാധനമാണ്. എന്നിട്ട് നോക്കി എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്നില്ലേ എന്തോ ഭാഗ്യത്തിന് നല്ല മൂഡിലാണ് കേട്ടോ മൂസക്കായി എണീച്ച് വന്നിട്ടുള്ളത്. കരഞ്ഞിട്ട് എണീച്ച് വന്ന ദിവസം ഉണ്ടല്ലോ, എൻ്റെ ദിവസം പോക്കാം. അന്നത്തെ ദിവസം പിന്നെ പറയണ്ട, എല്ലാം കൂടി ശോകമായിരിക്കും. ഇവിടെ തട്ടി നടക്കേണ്ടി വരും. ഇന്നെന്തായാലും എനിക്ക് വീഡിയോ എടുക്കുന്ന ദിവസമായതുകൊണ്ട് ഭാഗ്യമുണ്ട്. പിന്നെ ഇവിടെ ഇതാ മെയിലാഞ്ചി ഇട്ടുകൊടുത്തത് കാണിച്ചെടുത്താണ് കേട്ടോ. അവൾക്ക് നഖത്തിന് മെയിലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെപ്പോലെ തന്നെയാണ് മെയിലാഞ്ചി ഇടാനും റിങ് ഇടാനും വള ഇടാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വരും. അപ്പം അങ്ങനെ
അങ്ങനെ നമ്മളെ രാവിലത്തെ ചായ റെഡി ആയിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാൾക്കുള്ള ചായയും കൊടുത്ത് പിന്നെ നമ്മളെ ചായയും കുടിക്കണം. പിന്നെ ഇഷമോക്കും ഷെയാനെല്ലാം ചായ കൊടുക്കണം. അതൊരു ടാസ്ക്കാണ് കേട്ടോ. അത് മാത്രമാണ് എനിക്കൊരു ടാസ്ക് ആയിട്ട് തോന്നല്. ഇഷമോളെ വലിയ കുഴപ്പമില്ല. പക്ഷേ മറ്റേ സാധനം ചെസ് നമ്പർ 1 ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തോ അലർജി എങ്ങാറ്റാണ്. അങ്ങനെയാണ് കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓനെ ആ ഭാഗത്ത് നോക്കണ്ട അങ്ങനെ. അപ്പോൾ അവർക്ക് ഒരുവിധം ചായയെല്ലാം കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കാടിളകി വന്ന പോലെ ഉണ്ട്. മൊത്തത്തിൽ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബാക്കിലത്തെ പുല്ല് ഒഴിവാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മളെ ഓണർ സമ്മതിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും ആ പുല്ല് ഒഴിവാക്കിയിട്ട് അവിടെ കുട്ടിയൊക്കെ കളിക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം നോക്കിയിട്ട്. പിന്നെ ഇതാ ഫ്രണ്ടിലത്തതും മൊത്തത്തിൽ അയാൾ ബൈക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കാട് ബൈക്കുന്ന ആളെയാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത്. കാരണം അമ്മാതിരി പുല്ല് വളർന്നിട്ടുണ്ടേനു. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേ നമ്മൾ വരലില്ല. കാരണം പനിയും ജലദോഷവും തലവേദനയും ഇതെല്ലാം കൊണ്ട് സൈഡ് ചെയ്യുന്നു കേട്ടോ കുറച്ച് ദിവസം. അപ്പോൾ ഈ ഒരു പൂളിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കുറേ കാലമായിട്ട് വരുത്തേ ഇല്ല. ഫിൽറ്ററൊന്നും ഓണാക്കല്ലേ. ഇനി വെള്ളം വേറെ ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു 5 മാസത്തോളമായി ആ വെള്ളം തന്നെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ യൂസ് ആക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഡെയിലി അടിച്ചു വരും കേട്ടോ. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കെല്ലാം തിരിയുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഈ വ്ളോഗിലും പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ചു വരും. പക്ഷെ തുടക്കലൊരു 10 ദിവസം കൂടുമ്പാണ്. ആദ്യം ഞാൻ ഒരാഴ്ച കൂടുമ്പേനു തുടക്കൽ. ഇപ്പോൾ ഒരു 10 ദിവസം കൂടുമ്പാണ് കേട്ടോ. കാരണം അതിന് മാത്രം വൃത്തികേടൊന്നും ആവലില്ല. അപ്പം അങ്ങനെ. പക്ഷെ ഡെയിലി അടിച്ചു വരും. അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഒഴിഞ്ഞ പോലെയാണ്. പക്ഷെ ഡെയിലി അടിച്ചു വരും. അപ്പോൾ ഇതാ നമ്മൾ ഓരോരോ സ്ഥലമായിട്ട് അടിച്ച് വരലാണ്. ഫസ്റ്റ് തന്നെ ഏറെ അടിച്ച് വരയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മൾ ലിവിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിള്, തട്ട് ഇതെല്ലാം ഡെയിലി തുടക്കും കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നില്ലെങ്കിലും അത്യാവശ്യമുള്ള പണികളെല്ലാം ഇവിടെ ഉണ്ട്. ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇതേപോലെ കൊണ്ടുപോക്കൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പാത്രം കഴുകാനാണ് മടിയുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ പർദ്ദ കളക്ഷൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പർദ്ദ കളക്ഷൻസെല്ലാം ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ട തന്നെയാണ്. ഇപ്പോൾ കുറേയായി നമ്മൾ പർദ്ദയെല്ലാം വാങ്ങിയിട്ട് ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പർദ്ദൻ്റെ സ്റ്റോക്കെല്ലാം പുതിയ ഇറക്കണമെന്നുള്ള പ്ലാനെല്ലാം ഉണ്ട്. എല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. നമ്മളെ റൂമിൻ്റെ ആ ഒരു ബാക്കിലാണ് ഇത് വെക്കൽ. ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാൾക്കും TV വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ എടുക്കൽ നടക്കൂല. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാത്ത ബാത്റൂമിലുണ്ടല്ലോ ഡെയിലി ഫ്ലഷ് ചെയ്യലുണ്ട്. കാരണം അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ സ്മെല്ല് വരാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ യൂസ് ചെയ്യാത്തത് ഡെയിലി നമ്മൾ ഫ്ലഷ് ചെയ്യണം. ഇതും ഒരു 10 ദിവസം കൂടുമ്പോൾ ഫുള്ള് കഴുകി തേച്ച് കഴുകലുണ്ട്. അതെല്ലാം ഒരു പണി തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ നല്ല രസമായിട്ടെല്ലാം തോന്നും. പക്ഷെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വർക്ക് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമ്മളെ കാട് വായിക്കാൻ വന്ന ആൾ പെട്ടുപോയിട്ടാണ് എന്നിട്ടുള്ളത് ഇന്ന് വന്നിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യലും അയാൾ കയറി നിൽക്കലും മഴയത്ത് വായിക്കലും അങ്ങനെയല്ല ആയിട്ട്. അപ്പോൾ നമ്മളെ രാവിലത്തെ ചായ കുടിച്ച പാത്രമൊന്നും കഴുകിയിട്ടില്ലേനു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പാത്രം കഴുകാൻ തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വെക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ. അതും എനിക്ക് ഇഷ്ടമില്ലാണ്ട് ചെയ്യുന്നതാണ്. ബാക്കി ക്ലീനിങ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ തട്ട് തുടക്കൽ, ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഒരുക്കൽ അതെല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ പാത്രം കഴുകാനെന്നാകുമ്പോൾ ഇതുവരെ ആയിട്ട് എനിക്ക് ആ ഒരു ഇഷ്ടം വന്നിട്ടില്ല. അതും കൂടി ഇഷ്ടം വന്നില്ലെങ്കിൽ ഞാൻ സെറ്റാണ് കേട്ടോ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ നമ്മളൊരു സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഒമാസ് റെസ്റ്റോറൻറ്റിൽ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. കുറേ ആയി ഇങ്ങനെ ഇൻസ്റ്റ റീലെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പൂതിയായിട്ട് നമ്മളൊരു എന്താ പറയുക ക്രേവിങ്സ് എന്നെല്ലാം പറയൂലേ, അതേപോലെ കണ്ടിട്ട് പൂതിയായിട്ട് ഇങ്ങനെ വിചാരിച്ച് ഞാൻ ആ ഒരു ദിവസം എത്തിയാൽ മതിയേനു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ മൊത്തം ഇസ്തിരിയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കത്തിലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷമോക്കിലെ ഈ ഒരു ഡ്രസ്സ് ഞാൻ മുന്നേ സാഗരയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തിനോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഓക്ക് ഇട്ടിട്ട് ഒരു ചേരുന്നില്ലേനു എന്നേരം. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അത് വാങ്ങിയെടുത്തായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെല്ലാം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ കാട്ടൻ ചാടാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ലാസ്റ്റിലത്തെ പണിയാണ് നമ്മളെ കാട്ടൻ ചാടൽ. അതും കഴിഞ്ഞ് ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ റൂമിങ്ങൊക്കെ പരിചയമുണ്ടോ ഗൈസ്? യെസ് ഗൈസ്, ഇത് നമ്മളെ റൂമാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലെ നമ്മളെ റൂം. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ആദ്യം നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാമെന്നതിനോട്ടാ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളെ മമ്മി സമ്മതിക്കുന്നില്ല. മമ്മി വരൂല പോലും. എന്തിനും ആടിയുടെ എല്ലാം പോകുന്നത് ഇവിടെ തന്നെ നിന്നാൽ പോരെ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഓക്കെ, എന്നാൽ ഇവിടെ തന്നെ അങ്ങ് നിന്നളയാന്ന്. അപ്പോൾ ഈ ഒരു റൂം 2 ദിവസം മുന്നേ ഞാൻ മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ കൂടുതൽ വൃത്തികേടൊന്നും ആയിട്ടില്ല. കാരണം അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല. ഞാൻ പോയിന്ന് വിചാരിച്ചിട്ട് ആരും അവിടെ കിടക്കലും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ വൃത്തികേടായിട്ടുമില്ല. അലമാരിയെല്ലാം എൻ്റെ തന്നെയാണ് കേട്ടോ. എൻ്റെ പഴയ ഡ്രസ്സെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. ഞാൻ ഇതുവരെ എടുത്തു കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഫസ്റ്റിലത്തെ കബോർഡ് മാത്രം കേട്ടോ. ബാക്കി 2 ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ഫുള്ള് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് നമ്മൾ കത്തിലെടുക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഈ മരുന്നുണ്ടല്ലോ, ഈ കർക്കിടക മരുന്ന് നമ്മൾ ആക്കിച്ചതാണ് കേട്ടോ. നമുക്ക് തിന്നാൻ പാടില്ല എന്നാണ്, പക്ഷേങ്കിൽ എനിക്ക് കണ്ടിട്ട് രക്ഷയില്ല. അതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ആരും കാണാണ്ട് എടുത്ത് തിന്ന്, പക്ഷെ എല്ലാവരും കണ്ടുപോയി ഗൈസ്. അപ്പം അതിനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കത്തലടക്കിയിട്ടുണ്ട്. നല്ല ഒറോട്ടിയും ചെമ്മീൻ കറിയും. അപ്പോൾ ലേറ്റായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കറിക്ക് ഒറോട്ടിയാണ് കേട്ടോ കൂട്ടൽ. ഒറോട്ടിക്ക് കറിയല്ല, എല്ലാവരും പറയുന്നതാണ്. കുറേ കറി കൂട്ടുന്നുണ്ട്. എനിക്ക് മുളകിട്ട കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ കത്തലടക്കലെല്ലാം കഴിച്ചതാ ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇഷമോളതാ കുളിച്ച് സെറ്റാക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. മംഗലത്തിന് പോകുന്ന പോലെയാണ് കേട്ടോ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം വാങ്ങിയ പാടും വലിയ രസം ഉണ്ടായിട്ടില്ല കേട്ടോ. ഡ്രസ്സ് എനിക്കെന്തോ ഇഷ്ടമായിട്ടില്ല ഇട്ട് കൊടുത്തേരെ. ഇപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എന്നാലും വലിയ രസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മുടിയെല്ലാം വാരിക്കൊടുത്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഫോൺ കൊടുത്തിട്ടാണ് കേട്ടോ മുടി കെട്ടി കൊടുക്കൽ, അല്ലെങ്കിൽ നിൽക്കുകയില്ല. അപ്പോൾ ഓളെ റെഡിയാക്കി കൊടുത്ത് ഞാനും മാറ്റി ഇനിയിപ്പം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ തിരക്കാക്കും കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ലാസ്റ്റ് ലേറ്റ് ആവും, അങ്ങനെയാണ്. അപ്പോൾ ഞാനും ഉപ്പയും അനിയത്തിയും ആണ് കേട്ടോ പോകുന്നത്. ഉമ്മക്ക് ഭയങ്കര ഡിമാൻഡ്. ഉമ്മ പിന്നെ അങ്ങനത്തെ അടുത്തൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളാണെങ്കിൽ അധികം കൂടുതൽ ഡിമാൻഡുള്ള ആളെ അധികം നിർബന്ധിക്കാൻ നിന്നിട്ടില്ല. വേണമെങ്കിൽ വന്നാൽ മതി എന്നുള്ളതിൽ കുറേ പ്രാവശ്യം വിളിച്ച്. പിന്നെ നിങ്ങൾ പോയി തിന്നോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ച മതി, ഇനി വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല, നമ്മൾ പോയി തിന്നലേ നടക്കും. നമ്മളെയും കൂടി മുടക്കും കേട്ടോ. വരാത്തത് മാത്രമല്ല നമ്മളെയും കൂടി മുടക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം മമ്മി ഇല്ലാത്തതുകൊണ്ട് ഉപ്പാക്കും വരാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പാനെ നമ്മൾ വലിച്ചെട്ടിയിട്ടുണ്ട്. നിങ്ങളില്ലാണ്ട് നമ്മൾ പോയേയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ 4 എണ്ണത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വരാണ്ട് രക്ഷയില്ലല്ലോ. അങ്ങനെ ഉപ്പാനെ വലിച്ചെട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മളില്ലേ മട്ടന്നൂർ കുറേ സ്ഥലത്ത് നോക്കി. MRIയിലാണെങ്കിൽ നമുക്ക് പള്ളിയിലെ ചോറുള്ള ദിവസം തന്നെയാണ് ഈ ഒരു ഓണസദ്യ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് നടക്കൂലല്ലോ, തിന്നാൻ പറ്റൂലല്ലോ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് തിന്നുന്ന റാറാസ് ഉണ്ടല്ലോ മട്ടന്നൂർ, അവരെയും വിളിച്ച് ചോദിച്ചിട്ടുണ്ടേ. നമ്മൾ പോകുന്നതിനെ ചോദിക്കും ഓണസദ്യ ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് അവരിതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ലാസ്റ്റ് നമ്മൾ സെപ്റ്റംബർ 2 വിളിച്ച് ചോദിച്ച് ഉണ്ടോ എന്നുള്ളത്. നോക്കുമ്പോൾ അവരില്ല എന്ന് പറഞ്ഞു. അവർക്ക് അതെല്ലാം പണിയാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ഓണസദ്യ ആക്കുന്നില്ല എന്ന്. ലാസ്റ്റ് ഇയർ ഉണ്ടെന്ന് തോന്നിട്ട് എനിക്കങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല.
അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് മമ്പറം ഒമാസിലാണ് കേട്ടോ. കണ്ണൂർ ഒമാസ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. അതായത് മീൻസ് രാവിലെ മുതൽ ഞാൻ കണ്ണൂർ ഒമാസിൽ വിളിച്ച് ലാസ്റ്റ് മമ്പറം ഒമാസിൽ വിളിച്ചിട്ട് കണ്ണൂർ ഒമാസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ചേഞ്ചായി. ലാസ്റ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ട് പേയ്മെൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഞാൻ ഇത് എവിടെയാണെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു തരാം. അവർ പറഞ്ഞു മമ്പറത്ത്. ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റ്, നമ്മൾ മമ്പറാണ് കേട്ടോ എത്തിപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ എന്ന് വിചാരിച്ചിട്ട് മമ്പറത്തെത്തി. അപ്പോൾ കുഴപ്പമില്ല, രണ്ടും സെയിം ഔട്ട്ലെറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തി നോക്കുമ്പോഴുള്ള കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർസൽ മോഡലേനു കേട്ടോ. നമ്മൾ വിചാരിച്ച് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് വിളമ്പി സെറ്റാക്കി തരുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഇങ്ങനെ പാർസൽ തന്നെ നമ്മൾ എടുത്തിട്ട് കഴിക്കണം. അവരെ എടുത്ത് തരും, പക്ഷെ എന്നാലും ആ ഒരു സദ്യ കഴിച്ചൊരു ഫീല് കിട്ടണമെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വിളമ്പി തരണമല്ലോ. അപ്പോൾ അതില്ലേനു. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയേനു കേട്ടോ, നല്ല രസമുണ്ടേനു. അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഞാൻ ഉള്ളതേ പറയും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനേനു, ഓരോ സാധനം കിഡു ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ട്, ഫുള്ള് കഴിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ അതും എടുത്ത് നമ്മളിതാ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഉപ്പ നമ്മളെ ചാലോട് ഇറക്കിയിട്ട് ഉമ്മാക്കുള്ള പാർസൽ കൊണ്ടുകൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ എൻ്റെ മോനിക്ക് കന്തൂറ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സാഗരയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് മാത്രം കിട്ടിയിട്ടില്ല. ഞാൻ ഓളെ കൂടെ വെറുതെ കയറിയതാണ്. 4 മാക്സിയും 2 ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്ക് വേണ്ടിയിട്ട് പോകും, എന്നിട്ട് ഞാൻ സാധനം എടുത്തിട്ട് വരും. ക്യാഷ് മൊത്തത്തിൽ എനിക്കാന്നിട്ടുണ്ടാവുക, ഓളൊന്നും എടുക്കാണ്ട് വരും. അങ്ങനെയാണ് അധികം, അങ്ങനെ തന്നെയാണ് എന്നിട്ടുണ്ടാവില്ല. ഓള് മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് പോകും, എന്നിട്ട് ഞാൻ മാക്സി എടുത്തിട്ട് വരും. അങ്ങനെയല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടുന്ന് എന്താ പറയുക ഫ്രൂട്ടിയെല്ലാം കുടിച്ച് ഉപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാന്ന് കേട്ടോ കുറച്ച് സമയം. അവിടെ നല്ല തിരക്കേനു, കാരണം ഓണത്തിൻ്റെ തലേന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ തിരക്കെല്ലാം കുറച്ച് സമയം കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നേരെ പുറക്കേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങണം, എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിൽ കണ്ടാൽ മതിയേനു എന്നുള്ള ഇതിൽ. അപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം സദ്യ അമ്മാതിരി തീറ്റയാണ് കേട്ടോ തിന്നിട്ടുള്ളത്. അത്ര ക്വാണ്ടിറ്റിയിലൊന്നും ഞാൻ കഴിക്കലില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ പുറക്കെത്തിയിട്ടുണ്ട്. ഉമ്മതാ നമ്മൾ വരുമ്പോഴത്തേക്ക് ഉമ്മാൻ്റെത് കുറച്ച് തീർത്തിട്ടുണ്ട്. ഉമ്മയും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ആറ്റം തിന്നാന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് എന്താ പരിപാടി? നെക്സ്റ്റ് ഇതാ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഇപ്പം സമയം ഏകദേശം ഒരു 3:30-3:45 ആ ഒരു ടൈം ആയിട്ടുണ്ട്. 3 മണിക്കാന്ന് കേട്ടോ എൻ്റെ ഉറങ്ങുന്ന ഒരു ടൈമും ഉച്ചക്കത്തെ ഒരു മയക്കത്തിൻ്റെ ടൈം. അപ്പം എല്ലാം ഇനി വലിച്ചു കെട്ടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല മാക്സി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കേട്ടോ, വാങ്ങാണ്ട് ഒരു രക്ഷയില്ല. ഇപ്പം ചുരിദാർ ടോപ്പോ ഇതെല്ലാം വാങ്ങിക്കൽ വളരെ കുറവാണ് ഈ ഒരു ടൈം ആയതുകൊണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നൈറ്റി തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് യൂസ് ആക്കൽ. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് കയ്യെല്ലാം ഒന്ന് അടിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. എല്ലാം എടുത്തെടുത്ത് തന്നെ കൊണ്ടുവയ്ക്കും കേട്ടോ. ഞാൻ ആദ്യം എനിക്കില്ലാത്ത ശീലമാണ്, ഇപ്പം നല്ല ശീലമാണ്. കാരണം പിന്നെ നമുക്ക് എടുക്കാനുള്ള ഒരു ആക്സസ് എന്താ പറയുക പെട്ടെന്ന് ഇരിക്കണം, കാണുന്ന വിധത്തിൽ, അതായത് ആടെയൂടിയും വലിച്ചിടാത്ത വിധത്തിൽ ഞാൻ എല്ലാം കൊണ്ടേക്കും കേട്ടോ. ആദ്യമാണെങ്കിൽ എവിടെയും പോയി വന്നു കഴിഞ്ഞാൽ ബാഗ് ഒരു ഭാഗത്തുണ്ടാവും, സോക്സ് ഒരു ഭാഗത്തുണ്ടാവും, വാച്ച് ഒരു ഭാഗത്തുണ്ടാവും, പിന്നെ പോകാൻ കഴിയുമ്പോൾ അന്ന് പരതിയിട്ട് എടുക്കുക. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാനെല്ലാം എന്താ പറയുക അതിൻ്റേതായ സ്ഥലത്ത് അതിൻ്റേതായ സ്ഥാനത്ത് കറക്റ്റ് വെക്കും കേട്ടോ. വീട്ടിൽ കൂടിയതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ റെഡിയായി ഒന്ന് ഫ്രഷായി കിടക്കാൻ വേണ്ടിയിട്ട് പോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ജെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി ബയ്യാറ്റം വിളിക്ക്, എങ്ങനെയെങ്കിലും ഒന്ന് കടന്നെണീക്കണം, നല്ല ടയേർഡേനു കേട്ടോ. അപ്പോൾ ജെറിൻ്റെ ഫോൺ ഇത് ഐശക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇശനെ ഒന്ന് ഉറക്കണം, അതൊരു ടാസ്ക്കാണ് കേട്ടോ. കാരണം ഇവളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടേനു കേട്ടോ എണീച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്ന് ഉറങ്ങാൻ കഷ്ടപ്പെടും ഞാൻ എന്തായാലും മിക്കവാറും. അപ്പോൾ ഓളെ അവിടെ കടത്തിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നിക്കാബ് ഉണ്ടല്ലോ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടില്ല,
ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് എന്തായാലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 10 ദിവസം മാക്സിമം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യും കേട്ടോ. കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഞാൻ വരുത്തിക്കുന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കിക്കോ. കാരണം പെട്ടെന്ന് തന്നെ ഞാൻ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഡെലിവറി ടൈം ഏകദേശം ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ആക്കാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഇപ്പം അടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരു 2 മാസമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിക്കോ. ഓൾമോസ്റ്റ് ഒരു 50 പീസെല്ലാം സെയിലായിട്ടുണ്ട്. ഒരു 100 പീസ് മാത്രമേ ഞാൻ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളൂ, കുറച്ച് പീസ് മാത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോ. ഞാനില്ലേ സ്റ്റോപ്പ് ചെയ്തതേനു, പക്ഷേ കുറേ പേര് വീണ്ടും എൻ്റെ നമ്പറിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ മെസ്സേജ് ആക്കിക്കോ. ഇഷ 5 മണിക്കല്ലാന്ന് കേട്ടോ ഉറങ്ങിയിട്ടുള്ളത്. ഞാനതുവരെ വെറുതെ ഫോണിൽ കളിച്ച് നിന്ന്. പിന്നെ ഞാനും ജസ്റ്റ് ഒന്ന് കണ്ണീമിപ്പോയി കേട്ടോ. പിന്നെ എണീറ്റുള്ളത് ഒരു 6:15 6 മണി ആ ഒരു ടൈമാണ്. പൊതുവേ ഞാൻ അസറിന് ശേഷം ഉറങ്ങലില്ല. അസർ ആകുമ്പോഴത്തേക്ക് എണീക്കലാണ് കേട്ടോ. ഒരു 3 മണിക്ക് കടന്നിട്ട് ഒരു 4 4:15 ആകുമ്പോഴത്തേക്ക് എണീക്കലുണ്ട്. പക്ഷെ ഇന്ന് നേരെ ഉൾട്ടേനു കേട്ടോ. ആ ഒരു ടൈം കടന്നിട്ട് മഗ്‌രിബ് വാങ്ങുക ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. ശരിക്കും അങ്ങനെ കിടക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ അന്നത്തെ ദിവസം അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. Niki. എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കലും ഇന്ന് ലേറ്റ് ആയിട്ടുണ്ടേനു കേട്ടോ. ഇന്ന് നമ്മൾ വൈകുന്നേരം കട്ടൻ ചായയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് സിസ്റ്റർ അവിടെ നിന്ന് എന്തെല്ലോ ആക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഒച്ചപ്പാടാണ് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുള്ളത്. അതൊന്നും ഇപ്പം ആഡ് ചെയ്യായിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉമ്മ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പള്ളിയിൽ പരിപാടിയാണ്. എനിക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ പോകാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടും നമ്മൾ പോയിട്ടില്ല. നമ്മൾ വർക്ക് വെക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടേനു കേട്ടോ. ഇതില്ലേ ഇന്നലെയേനു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഇത്ര സമയം കണ്ടതിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് വലിയ ആളെ മാതിരി ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് എന്നെല്ലാം പറഞ്ഞിട്ടിടാൻ വേണ്ടിയിട്ട് എടുത്തതേനു. നമ്മൾ മാറ്റി റെഡിയായി പോകാൻ വേണ്ടി സെറ്റായിട്ടുണ്ടേനു. പക്ഷേ ഇല്ല ഗൈസ്, നമ്മൾ പോകുന്നവരെയുള്ള നല്ല മൊഞ്ചിൽ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടേനു. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം മറന്നു പോയിട്ടുണ്ടേനു. പിന്നെ ലാസ്റ്റ് ടൈം എനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വല്ലാത്തൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം രാവിലത്തെ 10:30 ആ ഒരു ടൈം നമ്മൾ പോയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു 4 മണി 4:30 മണിക്കാണ്. കാരണം കാണിച്ചു തരാം സ്കാനിങ് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് നന്ന ലേറ്റായിപ്പോയി. അപ്പം എനിക്കിങ്ങനെ പിരാന്ത് പിടിച്ചിട്ട് എന്തെല്ലോ ആയിപ്പോയി കേട്ടോ. അന്നത്തെ ദിവസം മുതൽ എനിക്ക് എന്തെല്ലോ പ്രശ്നങ്ങളേനു. വിഷമമൊക്കെയാണെങ്കിൽ പനി വന്ന് അങ്ങനെയെല്ലാം ആയിപ്പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ വരെ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പോയേരം വാങ്ങിച്ചതാണ് കേട്ടോ. പണ്ടത്തെ പുളിയച്ചാറ് ഈ ഒരു സംഭവം, അതിൻ്റെ പേരെനിക്കറിയില്ല. പുളിയച്ചാറ് ഒരു 40 എണ്ണെല്ലാം ഒറ്റക്ക് തിന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മാതിരി ക്രേവിങ്സാണ് എനിക്ക് ഇതിനോട്. ഈ പ്രഗ്നൻസിയിൽ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാത്ത ടൈമും ഞാനിത് നല്ലോണം തിന്നും. എന്നെ പലരും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും, പക്ഷെ ഞാൻ അതിലൊന്നും വീഴാറില്ല. നല്ലോണം തിന്നലുണ്ട്. പക്ഷെ തിന്നുമ്പോൾ നല്ലോണം തിന്നും, അല്ലെങ്കിൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ തിന്നുക. പിന്നെ ഫ്രിഡ്ജിൽ മുന്നേ വാങ്ങിയ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതും കലക്കി കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്, എല്ലാവർക്കും വേണ്ടിയിട്ട് ആക്കിയതാണ്. ഒരു 3 എണ്ണം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ.
പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് അതിൽ മുക്കി തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചോളം ഇതിൻ്റെ കൂടെ, അതായത് ഈ മുളകും പുളിയും ഉപ്പും പിന്നെന്നാ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മളെ അന്നത്തെ ചായ കൂടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് വരുന്നതിൻ്റെ തലേന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് പുല്ല് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതേനു. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ആഡാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് എപ്പോഴെങ്കിലും വൈകുന്നേരം ഒന്ന് മുറ്റത്തെല്ലാം ഇറങ്ങി ഊഞ്ഞാലെല്ലാം ആടലുണ്ട്. എപ്പോഴെങ്കിലും കേട്ടോ, എപ്പോഴും അല്ല, എപ്പോഴെങ്കിലും വീഡിയോ എടുക്കുന്ന ദിവസമാണ് മെയിനായിട്ട് അധികം ഉണ്ടാവല്. അങ്ങനെ നമ്മളെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ആ ഫ്രൂട്ട് സലാഡ്, അതായത് ഒരു പെട്ടി ഐസ്ക്രീം കുറേ കാലമായിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഇനിയും വെച്ച് കഴിഞ്ഞാൽ എക്സ്പയർ ആയിട്ട് എടുത്ത് ചാടേണ്ടി വരും. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മളെ രാത്രിക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ കല്ലുമ്മക്കായ. മട്ടന്നൂർ പോയേരം ഉപ്പ കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിറച്ച് റെഡിയാക്കി വെക്കലാണ്. എനിക്കിത് നിറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറക്കലും അരിയരക്കലും പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കലും എൻ്റെ പണിയാണ്. ബാക്കിയെല്ലാം ഉമ്മയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ ബാക്കിയുള്ള അരി നമ്മൾ നെയ്പ്പത്തിലിനെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്പ്പത്തിലിൻ്റെ കുറേ പേര് എന്നരേ ചോദിക്കലുണ്ട്. ഞാൻ എന്നരേ ഏതെങ്കിലും വ്ളോഗിലിടാന്നെല്ലാം പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. അതിനുള്ളൊരു മൂഡും ഒരു ഇതും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ എന്തായാലും പറയട്ടെ. അങ്ങനെ ബാക്കിയുള്ള അരി ഉണ്ടല്ലോ, അങ്ങനെ മറ്റേ നമ്മളെ കുഞ്ഞൊറോട്ടിയില്ലേ അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതും പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഉമ്മ ഇതാ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മുളകും ഇതെല്ലാം ആക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പം തന്നെ നമുക്ക് വീണ്ടും കൊതി തോന്നുന്നുണ്ട്. കുറച്ച് ദിവസമായി, ഇത് 2-3 ദിവസമായി കേട്ടോ. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായ ഇതാ നല്ല എന്താ പറയുക, മറ്റേ ഇതിന് നിന്ന പോലെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. അസംബ്ലിക്കെല്ലാം നിന്നിട്ടുണ്ടാവില്ലേ, അതേപോലെ സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിക്കണം. ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പം അങ്ങനെ ഇതില്ലേ ചൂടോട് കഴിക്കാനാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമ്മളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇതില്ലേ നിങ്ങൾ ആദ്യം കണ്ട ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ, അന്നത്തെ ദിവസത്തെ പിറ്റേന്നാണ് കേട്ടോ. അതായത് നമ്മൾ കാട് ബൈക്കേൻ്റെ പിറ്റേ ദിവസം. ഇന്ന് രാവിലെ നല്ല പണിയുണ്ടായിരുന്നു. കാരണം മൊത്തത്തിലൊന്ന് അടിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് ഡ്യൂട്ടി മുറ്റത്താണ് കേട്ടോ. മുറ്റം ഒന്ന് ഫുള്ള് അടിച്ച് വാരി കൂട്ടിയിട്ടെല്ലാം വാരി ചാടാൻ വേണ്ടിയിട്ടിട്ട്, കാരണം ഫുള്ള് പുല്ലേനു. പിന്നെ ഇന്നാണെങ്കിൽ കുറച്ച് മഴക്കൊരു ഇതുണ്ട്, കുറവുണ്ട്. ഇന്ന് നബിദിനേനു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കറുത്ത സ്ഥലമെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ പുല്ലേനു. അതെന്താന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടേനു. അതെൻ്റെ മാപ്പിളിൻ്റെ ഇതിൽ ചെയ്തതാണ് കേട്ടോ, കോൺക്രീറ്റ് ചെയ്തതാണ് കേട്ടോ ആ ഒരു മോഡൽ. എന്തിനാന്ന് എനിക്കിപ്പോൾ അറിയില്ല, പക്ഷേ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പതാ പള്ളിയിൽ പോയി ചോറെല്ലാം വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഫുഡായിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ രാവിലത്തെ കത്തലും ഉച്ചക്കത്തെ ഫുഡും എല്ലാം ഇത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ. ഉമ്മ രാവിലെ നൂൽപുട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടേനു, പക്ഷെ ആരും തിന്നിട്ടില്ല. എല്ലാവരും നെയ്ച്ചോറും കറി തന്നെയാണ് കേട്ടോ തിന്നിട്ടുള്ളത്. രാവിലെ മീൻസ് ഒരു 11 മണിക്ക് അത് തിന്ന്, പിന്നെ 3 മണിക്ക് ചോറ് തിന്ന്, അങ്ങനെ രാത്രിക്കേക്കുള്ള ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ അതെല്ലാം തിന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. റാലി കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് പർദ്ദ ഇസ്തിരി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളൊരു അയൽവാസി ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറണം, കുറേ ആയി പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് ട്രൂനോയിൽ പോയാലും ഡ്രസ്സെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതിലെടുത്ത് റെഡിയാക്കി വെക്കല, അല്ലെങ്കിൽ ഇന്നും മറന്നു പോകും. എപ്പോഴും വിചാരിക്കും പോകാൻ, പക്ഷെ മറന്നു പോകും. പിന്നെ മടി കാരണം പോവാത്തതുവാ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങലൊരു മടി തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇഷമോക്ക് ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം അങ്ങനെ കൂടുതൽ എവിടെയും പോവാത്തതുകൊണ്ട് ഡ്രസ്സെല്ലാം ചെറുതായി പോകാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്നെല്ലാവരും ഒരു വൈറ്റ് ടച്ചിൽ പോകാമെന്ന് വിചാരിച്ച്. ഇതാ ഷെയാൻ അസർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇതാ പള്ളിയിലേക്ക് പോക്കാന്ന്. നമ്മളിതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് പച്ച പർദ്ദ എടുത്തതാണെങ്കിലും എനിക്ക് പച്ച പർദ്ദ ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഇടാത്തത് കൊണ്ടും ഞാൻ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് കളർ പർദ്ദ ഉണ്ടല്ലോ എന്തോ ഒരു ഇഷ്ടക്കുറവാണ് കേട്ടോ, എന്താണെന്നറിയില്ല. ഇടാനും എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേങ്കിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു കംഫോർട്ട് ഫീലില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് ബ്ലാക്ക് തന്നെ എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി തിരക്കിട്ടിട്ട് റാലി കാണാൻ വേണ്ടിയിട്ട് പോക്കാന്നിട്ടാ. വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഈ കുന്ന് തിരിച്ച് കയറൽ രക്ഷയില്ലാത്തൊരു പണിയാണ് കേട്ടോ. മനുഷ്യൻ്റെ ഇതെത്തും, കാരണം നല്ല ഇതുണ്ട്, കുന്നായോണ്ട് കേട്ടോ. നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊന്നുമല്ല, കുന്നായോണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കില്ലേ റാലി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, തെരൂർ ഭാഗത്ത് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വണ്ടിയിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. ഇനി ഇങ്ങോട്ടേക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യലാണ്. നമ്മളെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ നിൽക്കൽ. നെയ്യും ഷെയാനും എല്ലാം റാലിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇഷമോള് ആടുന്ന ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവളും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കലാണ് കേട്ടോ. അവള് ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടേനു കേട്ടോ. ഞാൻ ഷോർട്ടാക്കി കുറച്ച് മാത്രം ഇതിലിട്ടതാണ്. കുറേ ഉണ്ടേനു കേട്ടോ, കുറേ ആൾക്കാരുണ്ടേനു. പിന്നെ അപ്പം അങ്ങനെയെല്ലാം കുറേ കുഞ്ഞു ചെറിയ കുട്ടികളെല്ലാം ഉണ്ടേനു. ഇഷമോള് ഫസ്റ്റ് ടൈം കാണുന്നതെന്നല്ല, ലാസ്റ്റ് ടൈം ഉണ്ടേനു കേട്ടോ. പക്ഷേങ്കിൽ ഒരു ബുദ്ധി വന്നിട്ട് ഫസ്റ്റ് ടൈം അതിട്ടാ കാണുന്നത്. അപ്പോൾ റാലിയെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിതാ ഇട കയറിയിട്ടുണ്ട് ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൽ. അപ്പോൾ ആടുന്ന് നല്ല ബദം കാച്ചിയതും ഇതെല്ലാം തിന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങലാണ്. പിന്നെ ഷെയാനിതാ റാലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഡെലിവറി കഴിഞ്ഞ വീട്ടിൽ പോകണം, കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അടുത്തേക്ക് പോകാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളെ പായസം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തറവാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഞാനും ഫസ്നയും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഉമ്മാനെ തിരിച്ച് പുരക്കിറക്കിയിട്ട് ഞാനും ഫസ്നയും കൂടി അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. ഉപ്പ നല്ല തിരക്കേനു, ഉപ്പാനെ കൂട്ടിയിട്ട് പോകാനേനു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഉപ്പാക്ക് സമയമില്ലാത്തത് കൊണ്ടും തിരക്കായത് കൊണ്ടും നമ്മൾ തന്നെ പോകാമെന്ന് വിചാരിച്ച് നമ്മളെ തറവാട്ടിൻ്റെ അടുത്തുള്ള ഗീതേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, അയൽവാസി. അപ്പോൾ ഓറ് നമുക്ക് ഓണത്തിന് പായസം എടുത്ത് വെച്ചിട്ടുണ്ടേനും. എടുത്ത് വെച്ചത് മീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടേനു എനിക്ക് എന്തായാലും നിങ്ങളെ പായസം വേണം, അവിടെ എടുത്ത് വെക്കണേന്ന് പറഞ്ഞിട്ട് പൂതിയയച്ച് പണ്ടൊരിക്കൽ ഞാൻ കുടിച്ചിട്ടുണ്ടേനു അവിടെ പോയാലോ. അപ്പോൾ അങ്ങനെ പൂതിയയച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ട് പോക്കാന്നിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കലാന്ന്. ഇന്ന് മട്ടന്നൂരൊന്നും ഒരു തിരക്കും ഇല്ലേനു കേട്ടോ, ഒരാൾക്കാരും ഇല്ല, ഓണത്തിൻ്റെ ദിവസമാണല്ലോ. അപ്പോൾ അങ്ങനെ പക്ഷേ പാലോട്ട് പള്ളിയിലും മരണത്തിരക്കേനു കേട്ടോ. അതിന് മാത്രം നമ്മൾ ആ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം നമ്മൾ ആ ഒരു ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. കാരണം നല്ല ആൾക്കാരുണ്ടേനു, ലാസ്റ്റ് ദിവസമായതുകൊണ്ട് അവിടെ ഉറൂസേനു കേട്ടോ. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇനി പായസം എടുത്തിട്ട് തിരിച്ച് പുരക്കേക്കോണം, വേറെ എന്താ പരിപാടി. ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അയച്ചതാ ഇഷമോളും നെയ്യും എല്ലാവരും കൂടി കളിക്കലാന്ന്. ഇത് പാലോട്ട് പള്ളിക്ക് പൊരിയാന്ന് കേട്ടോ. നമ്മൾ വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആടുന്ന് തിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ ഇത് പാലോട്ട് പള്ളിക്ക പായസമാണ് കേട്ടോ. അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതവിടെ കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അതും കുടിച്ച് ഉമ്മാൻ്റെ അനിയത്തി ഒറോട്ടി തിന്നാണ്ട് ഒരു വിധത്തിലും പെടുന്നില്ല ഫുഡ് കഴിക്കാണ്ട്. അപ്പോൾ അതും തിന്നിട്ടുണ്ട്. ഒറോട്ടിയും നല്ല ബീഫ് കറിയും പിന്നെ ഒരു ചമ്മന്തി പോലത്തെ ഒരു സംഭവം അതെല്ലാം തിന്ന്, ഒറോട്ടിയും തിന്ന് നമ്മളിതാ തിരിച്ച് നേരെ പുരക്കേക്ക് പോക്കാന്ന്. വണ്ടി എടുക്കുമോ എന്നുള്ളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടേനു കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ അത്രക്കും അർജൻറ്റുള്ള സമയത്ത് അങ്ങനെ എടുക്കലുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പുറത്ത് ഇരിക്കുന്ന പോലെ തന്നെയാണല്ലോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നതും, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എടുക്കലുണ്ട്, അത്യാവശ്യം എടുക്കലുണ്ട്.
അങ്ങനെ ഇതാ തിരിച്ച് പുറക്കെത്തിയിട്ടുണ്ട് കേട്ടാ. ഈ ഒരു പായസം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിലോമീറ്ററുകൾ താണ്ടി ചാവശ്ശേരി പോയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി പായസേനു, പ്രഥമനാണ് കേട്ടോ, കിട്ടു ടേസ്റ്റേനു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ വേറെ പണിയൊന്നുമില്ലല്ലോ, ഒന്ന് ഞെക്കല്ലേ വേണ്ടു. ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം. പിന്നെ നിങ്ങളെ അഭിപ്രായമെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ അടുത്ത വ്ളോഗായിട്ട് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പറ്റുമെങ്കിൽ അടുത്ത് തന്നെ വരാം ഇൻഷാ അല്ലാ. ബൈ.